ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സൂര്യ നടിപ്പിൻ നായകൻ അണ്ണന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പുള്ളിയുടെ നെക്സ്റ്റ് പടമായിട്ടുള്ള കറുപ്പ് എന്ന് പറയുന്ന പടം RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒരു ഫീലും ഉണ്ടായില്ല. സാധാരണ ഒരു പക്ക തമിഴ് ലോക്കൽ മാസ് പടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് ആയിട്ടാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് ലുക്കിനെ തോന്നിയത്. അല്ലാതെ പ്രത്യേകിച്ച് വാവ് എന്നൊന്നും പറയാൻ മോശമില്ല. ഒരു കളർഫുൾ മാസ് പടം വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണ് ആ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും സിനിമയുടെ ടീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് ഒരു മാസ് ഐറ്റം ആണോ ടീസർ എന്ന് നമുക്ക് നോക്കിക്കളയാം. എന്തായാലും ഞാൻ പേഴ്സണലി ഞാനൊരു വിജയ് ഫാനാണ്. പണ്ട് വിജയ് സൂര്യ ഫാൻസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒക്കെ ഒരുപാട് സൂര്യയെ കളിയാക്കിയിട്ടുള്ള അത്തരത്തിലുള്ളൊരു വിജയ് ഫാനാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാലും എനിക്ക് പണ്ടത്തെ സൂര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് നമ്മുടെ ഗജനിയിലെ, അയണിലെ, അതേപോലെ വാരണായിരത്തിലെ, സിംഗത്തിലെ ആ ഒരു പഴയ സൂര്യയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു സൂര്യയെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. 24 എന്ന സിനിമയിലാണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സൂര്യയെ ഞാൻ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ എന്തായാലും ആ ഒരു സൂര്യയെ ഇനി ആര് നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ് ഒരു ചോദ്യം. അത്തരത്തിലുള്ള ഒരു കംബാക്കിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് വന്ന കങ്കുവ ആയാലും പിന്നെ നമ്മുടെ കാർത്തിക് സുബ്രാജ് ഒത്ത് വന്നിട്ടുള്ള റെട്രോ ആയാലും, റെട്രോ ഒക്കെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. എന്നാലും ഭൂരിഭാഗത്തിനും അതൊന്നും ആ ഒരു പഴയ സൂര്യയായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ പോയ ഒരു സിനിമയാണ്. അപ്പം ഒരു കംബാക്കിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും. അപ്പം എന്തായാലും നമുക്ക് സൂര്യയുടെ ഇനി ഇറങ്ങാൻ പോകുന്ന കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടീസർ നമുക്കൊന്ന് കണ്ടു നോക്കാം. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ടീസർ കാണാൻ പോകുന്നത്. വലിയ എന്നല്ല, ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഈ ഒരു ടീസർ ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ സൂര്യന. നമുക്ക് ഈ ഒരു ടീസർ ഒന്ന് എടുക്കാം. റെഡി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാട്ടാ. ഗജനി അൻപത് ഒരു രക്ഷയില്ല കേട്ടാ. സൂര്യ ലുക്ക് പൊളി. അത് പൊളിച്ചേട്ടാ. ശരിക്കും ഒരു പ്രതീക്ഷയില്ലാതെ കണ്ട ഒരു ടീച്ചറാണ്. ശരിക്കും ഞാൻ ഞെട്ടി. ശരിക്കും ഇത്തരത്തിൽ ഒരു ഓവർ ദ ടോപ്പ് മാസ് മസാല സിനിമ തന്നെയാണ് വരാൻ പോകുന്നതെന്ന് ഈ ഒരു ടീസർ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഞാൻ അത്തരത്തിലുള്ള ഒരു സിനിമയുടെ ഫാനാണ്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സിനിമകളുടെ ഏറ്റവും കിടിലനാകേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഈ ഒരു ടീസറിന്റെ നട്ടൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പൊളിച്ചെന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കി. സായി അഭയങ്കറാണ് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ടീസറിലെ സംഭവം കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും 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 ഒരു സൂര്യ പടത്തിന് ഇത്രത്തോളം കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിട്ടിയിട്ട് വർഷങ്ങളായി എന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും കത്തിച്ച് ഈ ഒരു ടീസറിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കത്തിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പം സിനിമയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ ഹെവി എക്സ്പെക്ടേഷൻ വയ്ക്കാം എന്നുള്ളതിന് ഒരു സാമ്പിൾ ഈ ഒരു ടീസറിൽ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഓരോ ഫ്രെയിംസും വലിയ ഒരു തിയേറ്റർ മെറ്റീരിയൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത്തരത്തിൽ വലിയ ഒരു ക്യാൻവാസിലാണ് ഈ ഒരു സിനിമ വരുന്നതെന്ന് ഈ ഒരു ടീസർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് മാസ് മസാല പടങ്ങളുടെ ഒരു ആരാധകനാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ടീസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂര്യയുടെ എനർജറ്റിക് പെർഫോമൻസ്, അതേപോലെ തന്നെ സൂര്യണ്ണൻ്റെ ലുക്കൊക്കെ അന്യായമായിട്ടുണ്ട്. എന്തായാലും പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ടീച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. റിപ്പീറ്റ് മോഡ് ഓൺ ഞാൻ ഇനിയും കാണും.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി സീരിയസ് ആയിട്ട് പറയുകയാണ്, എനിക്ക് ഒരു ടീസർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളവർക്ക് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക. എന്തായാലും എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ക്യാൻവാസും ഫ്രെയിംസും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടീസറിൽ കാണിച്ചെടുത്തോളം സൂര്യയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമയിലെ ആ ഒരു ക്യാരക്ടർ കിടിലമാകും. നമ്മൾ ധ്വരസിംഗവും അതാണ് ഗജനിയിലെ ക്യാരക്ടറൊക്കെ അത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് സിംഗം സീരീസിലേക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് ഈ ഒരു ക്യാരക്ടർ മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം കൂടിയാണത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടെ ഈ ഒരു ടീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കുക.